ഇത് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്ന എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പം ചൈനീസ് ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശമാണ് അല്ലെ. നമ്മുടെ ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ചൈനീസ് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റിന് തന്നെ അതേപോലെ തന്നെയുള്ള ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിക്കൻ മാരിനേറ്റ് വെക്കണം ആദ്യം. അതിനായിട്ട് സോയ് സോസ് ഒഴിക്കുകയാണ്. ഇതിലോട്ട് കോൺസ്റ്റാർച്ച്, ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, ഇത് ബേക്കിംഗ് സോഡ ആണ്. ഈ ബേക്കിംഗ് സോഡ മീറ്റിനെ ടെൻഡറൈസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ തവയിലിട്ട് ഇങ്ങനെ ചൂടാക്കുന്നതുകൊണ്ട് ചിക്കൻ ആണെങ്കിൽ ഡ്രൈ ആയിപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബേക്കിംഗ് സോഡ ഇടുന്നത്. ഞെരടി വെക്കാം, കൈകൊണ്ട് ഞെരടി വെക്കണേ. ഇത് തിക്ക് പീസസ് അല്ല, കുഞ്ഞു കുഞ്ഞു പീസസ് ആണ്, കട്ടി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചൂടായ പാനിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ഒഴിച്ചു. ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. സ്ക്രാമ്പിൾ ചെയ്തു മുട്ട. എന്നിട്ട് ഇതിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. ഈ സെയിം പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ട് റെഡിയാക്കി വെക്കുക. ചിക്കൻ അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ്റെ അകത്ത് കോൺഫ്ലവറും ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്തത് കൊണ്ട് ചിക്കൻ വളരെ ജ്യൂസി ആയിരിക്കും, ടെൻഡർ ആയിരിക്കും, കട്ടിയാവത്തേയില്ല, ഹാർഡ് ആയിരിക്കത്തില്ല ഉണ്ടാക്കി കഴിയുമ്പം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാനിൻ്റെ അകത്ത് തന്നെ സൈഡിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ വേറൊരു പാത്രം എടുക്കുകയാണ്. ഈ പാത്രത്തിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിലേക്ക് ഞാൻ ഒഴിച്ചു. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് മിൻസ് ചെയ്ത് ഗാർലിക് ഇടാൻ പോവാണ്. ഗാർലിക്കിന്റെ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് ബാക്കിയെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി, ഗ്രീൻ പീസ്, ക്യാരറ്റ്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഒത്തിരി ഇടരുത്, കാരണം സോയ് സോസ് ഒഴിക്കുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചെറിയ ബ്രൗൺ കളർ ആയത് കണ്ടില്ലേ, ക്യാരറ്റും ഉള്ളിയും ഒക്കെ കൂടെ ചേർന്നിട്ട്. അപ്പോൾ അതാണ് പാകം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി സെയിം പാത്രത്തിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കുക്ക് ചെയ്ത് റൈസാണ് ഉപയോഗിക്കുന്നത്. റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കിടക്കുന്ന ഈ പാനിലോട്ട് റൈസ് ഇടാം. അപ്പോൾ റൈസ് അതിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ഫ്രൈ ആവും. ഫ്രൈ ആണെന്നൊക്കെ ക്രിസ്പി അല്ല, ജസ്റ്റ് നന്നായിട്ട് ചൂടാക്കാം. റൈസ് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സോയ് സോസ് ഒഴിക്കാൻ പോവാം. മിക്സ് ചെയ്യാം. ഉപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ കുറച്ച് ഇടാവുള്ളൂ. നമ്മൾ സോയ് സോസ് ഒഴിക്കും, കുറച്ച് മതിയെന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് ഡാർക്ക് സോയ് സോസും കൂടി ഒഴിക്കുക. നല്ലൊരു കളറ് കിട്ടും. നിങ്ങൾക്ക് ലൈറ്റ് സോയ് സോസ് ഒഴിച്ചാൽ മതിയെങ്കിൽ അത് മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു വൈറ്റ് റൈസ് പോലും കാണാത്ത രീതിയിൽ ഇത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എല്ലായിടും യോജിപ്പിച്ചു. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയും കൂടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യണം. എക്സ്ട്രാ സോയ് സോസിന് നല്ല ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ടേ ആഡ് ചെയ്യാവുള്ളൂ. ഇതിലേക്ക് ഗ്രീൻ അണിയൻസ്
അത് ഇതെന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടച്ചു വെക്കണം. ഒരു 3 മിനിറ്റോളം അടച്ചു വെക്കണം. അപ്പോൾ എല്ലാ ഫ്ലേവേഴ്സും കൂടെ അരിയെ റൈസിൽ പിടിക്കും, ചോറിൽ പിടിക്കും, ലൈക്ക് വെജിറ്റബിളിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ. സോ അതുകൊണ്ട് ഇതിന് നമുക്ക് ഒരു 3 മിനിറ്റ്സ് അടച്ചു വെക്കും. അപ്പോഴത്തേനും റെഡി. എന്ത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അടച്ചു വെക്കാൻ പോവാം. 3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. 3 മിനിറ്റായി, തുറന്നു നോക്കാം. തീ ഓഫ് ചെയ്തു. ഇത് പ്ലേറ്റ് ചെയ്യാം. ഇങ്ങനെ ചൈനീസ് ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. കാണാമല്ലോ നിങ്ങൾക്ക്. ഇത് വളരെ ടേസ്റ്റിയാണ്, എളുപ്പം ഉണ്ടാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.